അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുത്ത് വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. വതനത്തിൽ പോയപ്പോൾ ബാബയ്ക്ക് വിശേഷിച്ച് സഹോദരീ സഹോദരന്മാരുടെ സ്നേഹസ്മരണകൾ നൽകി. സ്നേഹസ്മരണകൾ നൽകിയപ്പോൾ ബാബ എന്തോ ഒന്ന് നോക്കുന്നത് പോലെ തോന്നി. ബാബയുടെ മുന്നിൽ ഒരു കളിപ്പാട്ടവും വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ത്രാസും വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ അതിനെ വളരെ സ്നേഹത്തോടെയും വളരെ ശ്രദ്ധയോടെയും നോക്കുകയായിരുന്നു. ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, അങ്ങ് വളരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും നോക്കുകയാണല്ലോ ഈ രണ്ട് ദൃശ്യങ്ങളും. ഒന്ന് ത്രാസിൻ്റെയും ഒന്ന് കളിപ്പാട്ടത്തിൻ്റെയും രൂപത്തിലുള്ളതായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ജനുവരി മാസത്തിൻ്റെയും അവസാനം വന്നെത്തിയിരിക്കുകയാണ്. ജനുവരി മാസത്തിൻ്റെ വിശേഷ തപസ്യ, ശാന്തിയുടെയും ശക്തിയുടെയും വൈബ്രേഷൻസ്, ഇവ വളരെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും നോക്കുകയായിരുന്നു. ത്രാസിൻ്റെ ഒരു ഭാഗത്ത് പ്രകൃതിയുടെ പ്രകോപം കാണുന്നുണ്ടായിരുന്നു, മറുഭാഗത്ത് ഭക്തിയുടെ പ്രകോപം കാണുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബാബ രണ്ട് കാര്യങ്ങളും ഈ പുതുവർഷത്തിൽ നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, എപ്പോഴാണോ ത്രാസിൻ്റെ സൂചി ഒരു സ്ഥിതിയിൽ സ്ഥിരമാകുന്നത്, അപ്പോഴാണ് അതിനെ ശരിയായി കണക്കാക്കുന്നത്. ബാബ തൻ്റെ മുന്നിൽ ഈ ദൃശ്യം നോക്കുകയായിരുന്നു. രണ്ട് ദൃശ്യങ്ങളും ബാബയുടെ മുന്നിലുമുണ്ട്, കുട്ടികളുടെ മുന്നിലും ഉണ്ട്. രണ്ട് ദൃശ്യങ്ങളും കാണുമ്പോൾ സൂചി സ്ഥിരമാകുന്നു. അതിനർത്ഥം നമ്മൾ രണ്ട് പ്രകാരത്തിലുള്ള പരിതസ്ഥിതികളും കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയെ ശാന്തിമയവും സുഖമയവും ആക്കി മാറ്റുന്നു. ബാബ പറഞ്ഞു, ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ ജീവിതം വളരെ ശ്രേഷ്ഠമായി മാറുകയാണ്. ബാബ പറഞ്ഞു, ലോകത്തിൻ്റെ പരിതസ്ഥിതികളും ത്രാസിൻ്റെ രണ്ട് തട്ടും ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങളിൽ ശക്തിയുണ്ട്. കുട്ടികൾ ബാബയുടെ പേര് പ്രസിദ്ധമാക്കുന്നവരും അതിശയം ചെയ്യുന്നവരുമാണ്. ബാബ പറഞ്ഞു, ബാബയുടെ കുട്ടികൾ എല്ലാം ചെയ്തുകൊണ്ടും കുട്ടികളായ നിങ്ങൾ മുഴുവൻ വിശ്വത്തിനും യോഗത്തിൻ്റെ ബലം നൽകുന്നു. ബാബ പറഞ്ഞു, വിശേഷിച്ച് സൂചി സ്ഥിരമാകുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു. മനസ്സിൻ്റെ സ്ഥിതി ശരിയാകുമ്പോൾ ആത്മാവിനും അതിനനുസരിച്ച് വളരെയധികം ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഈ ദൃശ്യം കാണിച്ചു തരികയും മനസ്സിലാക്കിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നെ ഒരു ഊഞ്ഞാലിൻ്റെ രൂപം കാണിച്ചു. ബാബ പറഞ്ഞു, ഊഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പോകും, താഴേക്ക് വരികയും ചെയ്യും. ബാബ പറഞ്ഞു, ഇക്കാലത്ത് ലോകത്തിൻ്റെ സ്ഥിതിയും ഇതേപോലെ മുകളിലേക്കും താഴേക്കും ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങളുടെ സ്ഥിതിയുടെ അതിശയമാണ് സമാന ദൃഷ്ടി, ഏകരസസ്ഥിതി. കുട്ടികളുടെ അതിശയമാണ് ഏകാഗ്രതയുടെ ശക്തി. കുട്ടികളായ നിങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷമാക്കണം. ബാബയുടെ കുട്ടികളായ നിങ്ങൾ ലക്ഷക്കണക്കിന് ഉണ്ടെങ്കിലും ബാബ പറഞ്ഞു, എല്ലാവരിലും ഏകാഗ്രതയും വേണം, ഏകചിത്തവും ആകണം. അതായത് ഒരേ മനസ്സുള്ളവരാകണം. ബാബ തൻ്റെ കുട്ടികളെ ഒരേ ഒരു പാഠം, ഒരേ ഒരു ലെസൺ തുടക്കം മുതലേ കേൾപ്പിക്കുന്നു. അതേപോലെ കുട്ടികളായ നിങ്ങൾ ബാബയുടെ പേര് പ്രസിദ്ധമാക്കണം. ഏകതയുടെയും ഏകരസമായും ഒരേ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് കുട്ടികളായ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇപ്രകാരം പറഞ്ഞപ്പോൾ
ഗുജറാത്തിലെ സഹോദരി സഹോദരന്മാരുടെ സ്നേഹസ്മരണകൾ ബാബയ്ക്ക് നൽകി. സ്നേഹസ്മരണകൾ നൽകിക്കൊണ്ട് ബാബ പറഞ്ഞു, ഗുജറാത്ത് ബാബയുടെ പരസ്പരമുള്ള മുറി പോലെയാണ്. വിശേഷിച്ച് എന്തുണ്ടായാലും മധുബനിൽ കാറ്റ് വീശുകയാണെങ്കിൽ ആ കാറ്റിൻ്റെ പ്രഭാവം ഏറ്റവും ആദ്യം ഗുജറാത്തിൽ വരുന്നു. കാരണം വളരെ സമീപത്താണ്. ഓരോ പ്രകാരത്തിലുമുള്ള വളരെയധികം ബ്ലെസ്സിങ് ഗുജറാത്തിലുള്ളവർക്ക് ലഭിക്കുന്നു. കാരണം ഹൃദയത്തിൻ്റെ അരികിലാണ്. ബാബ പറഞ്ഞു, ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ ഹൃദയേശ്വരൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നവരാണ്. ബാബ പറഞ്ഞു, ഗുജറാത്തിലെ ബാബയുടെ കുട്ടികൾ വളരെയധികം സ്നേഹിയും സഹയോഗിയും വളരെയധികം സാത്വിക നേച്ചറും ഉള്ളവരാണ്. വളരെ സരളതയോടെ തൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതം ഉണ്ടാക്കുന്നവരാണ്. ബാബയ്ക്കും ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ട് വളരെയധികം അഭിമാനവും തോന്നുന്നു. സന്തോഷവും ബാബയ്ക്ക് വളരെയധികം ഉണ്ടാകുന്നു. ബാബ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ഹർഷിതമാവുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ. ഇങ്ങനെ ബാബ വളരെ സ്നേഹത്തോടെ കേൾപ്പിക്കുകയായിരുന്നു. ബാബ എല്ലാവരുടെയും മേൽ വളരെയധികം സ്നേഹം നിറഞ്ഞ ദൃഷ്ടിയും സകാശം നൽകുന്നതായി തോന്നി. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ഏതെല്ലാം സഹോദരി സഹോദരന്മാരുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നുവോ അത് ബാബയ്ക്ക് നൽകി. ബാബ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്നേഹസ്മരണകൾ നൽകി. നിമിത്തമായ സഹോദരിമാർക്കും ബാബ വിശേഷിച്ച് വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ഭാരതി ദീദിക്കും സർവ സഹോദരിമാർക്കും ബാബയുടെ മുന്നിൽ എല്ലാവരും എമർജായിരിക്കുകയാണ് എന്ന് തോന്നി. ബാബ അങ്ങനെ എല്ലാവരെയും എമർജ് ചെയ്ത് ദൃഷ്ടി നൽകി, സകാശ് നൽകി, ഭോഗ് സ്വീകരിപ്പിച്ചു. എല്ലാവർക്കുമുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.